ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 39ാമത്തെ ശ്ലോകം നോക്കാം. ക്വചിദ്വാദയതോ വേണും ക്ഷേപണൈ ക്ഷിപതഃ ക്വചിത് ക്വചിത് പാദൈഃ കിങ്കിണീഭിഃ ക്വചിത് കൃത്രിമഗോ വൃഷൈ. ക്വചിദ്വാദയതോ, ക്വചിത് വാദയതഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്വചിദ്വാദയതോ. ക്വചിത് എന്ന് പറഞ്ഞാൽ ചിലയിടത്ത്, വാദയതഃ ശബ്ദം ഉണ്ടാക്കുന്നു. എന്താ? വേണുവിനെ, അതായത് ചിലയിടത്ത് ഈ വേണുവും കൊണ്ട് പോയിട്ട് ഭഗവാന്, ഈ ഉണ്ണിക്കണ്ണന് വേണു ഊതുന്നുണ്ട്. ക്ഷേപണൈ ക്ഷിപതഃ ക്വചിത്. ക്ഷേപണൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കവണകൾ എന്ന് പറയില്ല, ഈ എറിയാനൊക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ ക്ഷിപതഃ എന്ന് പറഞ്ഞാൽ എറിയുന്നു. ക്വചിത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. അപ്പോൾ ഈ കൃഷ്ണൻ എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ചിലയിടങ്ങളിൽ പോയിട്ട് ഉണ്ണി അവിടെ നിന്ന് വേണു ഊതുന്നുണ്ട്. കയ്യിൽ ആ കുഞ്ഞു വേണു ഒക്കെ ഊതി അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വേണുനാദം കൊണ്ട് ആ പരിസരത്തെ ആകെ രമിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലാകട്ടെ ചെന്ന് കഴിയുമ്പം കവണകളൊക്കെ കൊണ്ട് എറിയുന്നുണ്ട്. പിന്നെയോ ക്വചിത് പാദൈ കിങ്കിണീഭി. ക്വചിത് ചില നേരത്ത്, കിങ്കിണീഭി എന്ന് പറഞ്ഞാൽ ആ കൊലുസിലെ മണികൾ, കാലിൽ അണിഞ്ഞിരിക്കുന്ന ചിലമ്പിലെ മണികൾ. ക്വചിത് പാദൈ കിങ്കിണീഭി. പാദൈ എന്ന് പറഞ്ഞാൽ ആ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന ആ ചിലമ്പിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നു. പിന്നെ ക്വചിത് കൃത്രിമഗോ വൃഷൈ. ക്വചിത് ചിലപ്പോൾ ആകട്ടെ കൃത്രിമഗോ വൃഷൈ. ഗോ എന്ന് പറഞ്ഞാൽ പശുക്കൾ, വൃഷം എന്ന് പറഞ്ഞാൽ കാളകൾ. അപ്പോൾ പശുക്കളുടെയും കാളകളുടെയും ഒക്കെ കൃത്രിമമായിട്ട് വേഷം കെട്ടുന്നവനായിട്ടും അവിടെ കൃഷ്ണനുണ്ണി അങ്ങനെ ശോഭിക്കുന്നു. അതായത് കൃത്രിമമായിട്ട് പശുവിൻ്റെയും ഗോക്കളുടെയും ഒക്കെ വേഷം കെട്ടി അങ്ങനെ അതിനെപ്പോലെ അഭിനയിക്കുന്നു. അതായത് ഈ ഉണ്ണികൃഷ്ണൻ ഏതെല്ലാം തരത്തിലുള്ള കളികളാണ് ആ വൃന്ദാവനത്തിൽ മറ്റുള്ള ഗോപാലന്മാരോട് കൂടിയിട്ട്, അതേപോലെ രാമേട്ടനോട് കൂടിയിട്ട്, ബലരാമനോട് കൂടിയിട്ട് അവിടെയൊക്കെ നടന്ന് ചെയ്തത് എന്നാണ് പറയുന്നത്. ചിലയിടങ്ങളിലാകട്ടെ തൻ്റെ വേണു ഊതിക്കൊണ്ട് അവരെയൊക്കെ ആനന്ദിപ്പിക്കുന്നു. ചിലയിടങ്ങളിൽ പോയിട്ട് കാലിൻ്റെ ആ കാൽത്തളകളിലെ മണികൾ കിലുക്കി അതിൻ്റെ ആ ശബ്ദമാധുരിയിൽ ആ പ്രദേശത്തെ ഒന്നാകെ അങ്ങനെ ലയിപ്പിച്ചു നിർത്തുന്നു. ചില നേരത്താണെങ്കിൽ കവണകൾ കൊണ്ട് എറിയുന്നു. ചില നേരത്ത് പശുവിനെയും കാളയെയും ഒക്കെ പോലെ വേഷം കെട്ടി അങ്ങനെ അഭിനയിക്കുന്നു എന്ന് വേണ്ട. ഭഗവാൻ ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ള, ഇതേപോലെ തന്നെ ഗോക്കളുടെയും മറ്റും നടുവിൽ വളരുന്ന ഒരു സാധാരണ ഒരു കുട്ടി എപ്രകാരമാണോ ജീവിതം ആസ്വദിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതം തൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് അവരെ ആനന്ദിപ്പിക്കുന്ന, അതേപോലെ തന്നെ ഒരു സാധാരണക്കാരനായ ഗോപാലനായിട്ട് ഭഗവാൻ ഈ മറ്റുള്ള ഗോപാലന്മാരുടെ കൂടെ കേളികളാടി ഭഗവാൻ അങ്ങനെ ആസ്വദിക്കുകയാണ്. ഇവിടെ ഭഗവാനാണോ ആസ്വദിക്കുന്നത്? ഭഗവാന്റെ സാമീപ്യം കൊണ്ട്, ഭഗവാന്റെ ഇത്തരം ലീലകൾ കൊണ്ട് മറ്റുള്ളവർക്കാണോ ആനന്ദം കൂടുതൽ കിട്ടുന്നത് എന്ന് പറയുക വയ്യ. ഭഗവാനും ആസ്വദിക്കുന്നു. ആ നിഷ്കളങ്കരായ ജനങ്ങളുടെ തന്നോടുള്ള പ്രേമത്തിൽ ഭഗവാനും മതിമറക്കുന്നുണ്ട്. ഭഗവാന്റെ ഈ ഒരു ആനന്ദ സ്വരൂപം കണ്ട്, ഇങ്ങനെയുള്ള ആനന്ദ കേളികൾ കണ്ട് മറ്റുള്ള വൃന്ദാവനവാസികളും ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്വചിദ്വാദയതോ വേണും ക്ഷേപണൈ ക്ഷിപതഃ ക്വചിത് ക്വചിത് പാദൈഃ കിങ്കിണീഭിഃ ക്വചിത് കൃത്രിമഗോ വൃഷൈ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
ക്ഷേപണൈ ക്ഷിപത പാദൈ കിങ്കിണീഭി കൃത്രിമ ഗോവൃഷൈ. ഇവിടെ എല്ലാം വിസർഗം വരുന്നുണ്ട്. അവിടെയൊക്കെ പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്താൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ക്വചിദ്വാദയതോ, അത് ക്വചിത്ത് വാദയതഃ ആണ്. പദം പിരിക്കണ്ട, ദ്വാ എന്ന് തന്നെ അത് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. ക്വചിദ്വാദയതോ. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 40ാമത്തെ ശ്ലോകമാണ്. വൃഷായമാണൗ നർദന്തൗ യുയുധാതേ പരസ്പരം അനുകൃത്യരുതൈർജന്തുംശ്ചേരതു പ്രാകൃതൗ യഥാ. വൃഷായമാണൗ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, വൃഷത്തെ പോലെ കാളകളെ പോലെയായിട്ടും, നർദന്തൗ എന്ന് പറഞ്ഞാൽ അതിനെ പോലെ ഇങ്ങനെ മുക്കറയിടുന്ന സൗണ്ട് ഉണ്ടാക്കുക, ശബ്ദം വരുത്തുക. അതേപോലെ യുയുധാതേ പരസ്പരം. പരസ്പരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം. യുയുധാതേ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നു. അതായത് കാളകളൊക്കെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോര് അല്ലേ, പോര് കാളകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടികൂടുന്നത് പോലെ മുക്കറയിട്ടുകൊണ്ട് ഇവർ പരസ്പരം ഭഗവാനെ ഈ കാളകളെ പോലെ വേഷം കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അടികൂടിയും രസിക്കുന്നുണ്ട്. അതായത് എല്ലാം ഒരു ശാന്തമായ രീതിയിൽ മാത്രമല്ല, എന്തു വന്നാലും അതിലൊക്കെ ആനന്ദം കണ്ടെത്തിയാണ് ഒരു തനി നാട്ടിൻപുറത്തുകാരനായി, തനി ഗ്രാമീണനായിട്ട് ഭഗവാന് ആ കൃത്രിമമായ കാളയുടെ വേഷമൊക്കെ കെട്ടി പോരെടുക്കുമ്പോഴും അതും തന്നോടൊപ്പം തന്നോടൊപ്പം ഇവിടെ കളിക്കുന്നവരുടെ ആനന്ദത്തിലേക്ക് വഴിമാറ്റുന്ന വിധത്തിലാണ് ഭഗവാൻ അവരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെയോ അനുകൃത്യരുതൈർജന്തുംശ്ചേരതു പ്രാകൃതൗ യഥാ. അനുകൃത്യ എന്ന് പറഞ്ഞാൽ അനുകരിച്ചിട്ട്, മറ്റുള്ളവർ ചെയ്യുന്നതിനെ അതുപോലെ അനുകരിക്കുക. എങ്ങനെ? രുതൈർജന്തുംശ്ചേരതു. ഇവിടെ രുതൈ ജന്തൂൻ ചേരതോ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് രുതൈർ ജന്തും ചേരതോ. രുതൈ എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ കൊണ്ട് അവരുടെ ആ ഒരു ഓരോ പക്ഷികളും, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഓരോ പക്ഷികളും മൃഗങ്ങളും അവരവരുടേതായ രീതിയിലാണ് അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസാര ഭാഷ, അല്ലെങ്കിൽ അവർ വിനിമയം നടത്തുന്ന മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള താന്താങ്ങളുടെ വർഗത്തിൽപ്പെട്ട പക്ഷികളുമായി അല്ലെങ്കിൽ മൃഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന രീതി, അതിന് പുറപ്പെടുവിക്കുന്ന ശബ്ദം തീർത്തും വ്യത്യസ്തമാണ്. അപ്പോൾ അതാതിൻ്റെ ശബ്ദങ്ങൾ കൊണ്ട് ഈ പക്ഷി മൃഗാദികളെയൊക്കെ അനുകരിച്ചിട്ട്, പ്രത്യേകിച്ച് പക്ഷികളെ അനുകരിച്ചിട്ട്, ജന്തുൻ എന്നിവിടെ ഉദ്ദേശിച്ച ജന്തുക്കളെ എന്നാണ്. പൊതുവേ നമുക്കറിയാം പല പക്ഷികളും, നമ്മളിപ്പം കുയിലൊക്കെ, നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്കറിയാം കുയിലൊക്കെ പാടുമ്പോൾ നമ്മൾ തിരിച്ച് ഇതുപോലെ കൂന്ന് കൂവിയാൽ അത് തിരികെ വീണ്ടും ഇങ്ങോട്ടേക്ക് ശബ്ദമുണ്ടാക്കും. അതുപോലെ അപ്പോൾ ഈ ജന്തുക്കളെ പലതിനെയും, പക്ഷി മൃഗാദികളെ പലതിനെയും അവ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനനുസൃതമായ ശബ്ദം ഇവിടെ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ട്, അതിനെ അനുകരിച്ചുകൊണ്ട്, ചേരതോ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു, ആ വൃന്ദാവനത്തിലാകെ സഞ്ചരിച്ചു. എപ്രകാരമെന്നാണെങ്കിൽ പ്രാകൃതൗ യഥാ. പ്രാകൃതൗ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാകൃതമായ എന്നതിനേക്കാളേറെ ഒരു സാധാരണ കുട്ടിയെ പോലെ. സാധാരണ കുട്ടികൾ എപ്രകാരമാണോ കിളികളൊക്കെ പാടുമ്പോൾ തിരികെ പാടും, അപ്പോൾ വീണ്ടും കിളികൾ അതിന് മറുപടി എന്നോണം ഇങ്ങോട്ട് ശബ്ദമുണ്ടാക്കും, വീണ്ടും അങ്ങോട്ട് പാടും. ഇതേപോലെ പക്ഷി മൃഗാദികളെയൊക്കെ അനുകരിച്ച് ശബ്ദമുണ്ടാക്കി അവയെയുമൊക്കെ ആനന്ദിപ്പിച്ചു തൻ്റെ ലീല കൊണ്ട്. അപ്പോൾ മനുഷ്യരെ മാത്രമല്ല, മനുഷ്യക്കുട്ടികളോടൊപ്പം കളിക്കാൻ പല പല
മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ കണ്ടു. കൃത്രിമമായിട്ട് പശുവിൻ്റെയും മൃഗങ്ങളുടെയും കാളയുടെയും ഒക്കെ രൂപമെടുത്തതും ആ പോരങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് അങ്ങനെ അവരെയൊക്കെ ആനന്ദിപ്പിച്ചു തുടങ്ങി പലതും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വേണു ഊതിയിട്ട് ഇങ്ങനെ തൻ്റെ കാൽച്ചിലമ്പിൻ്റെ നാദം കൊണ്ട് ഒക്കെ എങ്ങനെ അവരെ ആനന്ദിപ്പിച്ച ഭഗവാൻ മനുഷ്യരെ മാത്രമല്ല പക്ഷി മൃഗാദികളെയും തൻ്റെ സാന്നിധ്യം കൊണ്ട് തൻ്റെ ലീലകൾ കൊണ്ട് ഭഗവാൻ ആനന്ദിപ്പിച്ചു. ഭഗവാൻ ഒന്ന് ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശബ്ദത്തിലൂടെ തങ്ങളോട് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന ഈ ഉണ്ണിക്കണ്ണനെ എങ്ങനെയാണ് മറ്റുള്ള പക്ഷിമൃഗാദികൾക്ക് ഒഴിവാക്കാനാവുക? അവരും തിരികെ ശബ്ദിക്കും. അവർക്കാകട്ടെ ഈ കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭമാണ്. എന്താ? ഭഗവാൻ തന്നെ തങ്ങളുടെ വിളികൾക്ക് കാതോർത്തിരുന്ന് മറുപടി പറയുക, തിരികെ ഒരു ശബ്ദം, ഒരു റിഫ്ലക്സ്, ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതിയായ ആനന്ദം. അവർ വീണ്ടും വിളിക്കും. കാതോർത്തിരുന്നോണ്ട് എന്താ ഇപ്പോൾ കണ്ണൻ്റെ മറുപടി വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവരുടെയൊക്കെ ഓരോ ശബ്ദവും വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവരെയും സർവ പക്ഷി മൃഗാദികളെയും ഭഗവാൻ ആനന്ദിപ്പിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വൃഷായമാണൗ നർദ്ദന്തൗ യുയുധാതേ പരസ്പരം അനുകൃത്യരുതൈർജന്തൂംശ്ചേരതുഃ പ്രാകൃതൗ യഥാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രുതൈർജന്തൂംശ്ചേരതു, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതേപോലെ തന്നെ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 41-ാമത്തെ ശ്ലോകമാണ്. കഥാചിദ്യമുനാതീരേ വത്സാംശ്ചാരയതോ സ്വകൈ വയസ്യൈ കൃഷ്ണബലയോർജിഘാംസുർദൈത്യ ആഗമത്. ഇനി അടുത്തതായിട്ട് പറയുന്ന കഥാചിത് യമുനാതീരെ. കഥാചിത്, അവിടെ കഥാചിത് യമുനാതീരെ, രണ്ട് വാക്കുകളാണ് അവിടെ. കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, യമുനാതീരെ യമുനയുടെ തീരത്ത്, കരയിൽ, വത്സാംശ്ചാരയതോ സ്വകൈ, ഇവിടെ വത്സാൻ ചാരയതോഹോ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വത്സാംശ്ചാരയതോ. വത്സാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ, ഗോപാലനാണ്. അപ്പോൾ ധാരാളം പശുക്കുട്ടികളെ രാവിലെ മേയ്ക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് അല്ലേ. മുതിർന്ന ബാലന്മാരൊക്കെ വലിയ പശുക്കളെ ആണെങ്കിൽ ഈ ഉണ്ണിക്ക് എന്താ കൊടുക്കുക? കുഞ്ഞു കിടാക്കളെ കൊടുക്കും. എന്നിട്ട് ആ കിടാക്കളെ, ആ പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ പശുക്കുട്ടികളെ ചാരയതോ എന്ന് പറഞ്ഞാൽ അവയെയൊക്കെ അങ്ങനെ മേയ്ക്കാൻ വിട്ടുകൊണ്ടിരിക്കുക. ഇവിടെ വൃന്ദാവനത്തിൽ നല്ല പുൽമേടുകളൊക്കെയുള്ള ഇടത്ത് വന്നിട്ട് ഈ പശുക്കുട്ടികളെ അങ്ങോട്ട് മേയ്ക്കാൻ വിടുക. സ്വകൈ എന്ന് പറഞ്ഞാൽ തൻ്റെ വയസ്യൈ, വയസ്യൻ എന്ന് പറഞ്ഞാൽ സഖാവ്, കൂട്ടുകാരൻ എന്നർത്ഥം. അപ്പോൾ വയസ്യൈ തൻ്റെ കൂട്ടുകാരോട് കൂടി, തൻ്റെ തുല്യപ്രായത്തിലുള്ള മറ്റു ഗോപാലകരോട് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് ആ ഗോപാലന്മാരും താനും എല്ലാവരും കൂടി ഈ പശുക്കുട്ടികളെ ഒക്കെ ആ യമുനയുടെ തീരത്ത് അങ്ങനെ മേയ്ക്കാനായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ കൃഷ്ണബലയോർ ജിഘാംസുർദൈത്യ ആഗമാത്. അപ്പോൾ ഇനിയൊരു കഥ പറയുകയാണ് അല്ലെ. ഒരിക്കൽ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കെ കൃഷ്ണബലയോഹോ ജിഘാംസുഹു ദൈത്യ, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. കൃഷ്ണബലയോർ ജിഘാംസുർ ദൈത്യ. കൃഷ്ണബലയോഹോ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെയും ബലരാമനെയും, ജിഘാംസു എന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരെയും ഒന്നിച്ച് കൊല്ലണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ജിഘാംസു എന്ന് പറഞ്ഞാൽ കൊല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ദൈത്യ അസുരൻ ആഗമത് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം, അപ്പോൾ വൃന്ദാവനത്തിലുള്ളവരെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോന്നിനെയും ഭഗവാൻ
തൻ്റെ സാന്നിധ്യം, തൻ്റെ സാമീപ്യം അവർക്ക് അനുഭവവേദ്യമാക്കിയത് എന്ന് പറഞ്ഞതിന് ശേഷം ഇനി വ്യാസഭഗവാൻ ഒരു ദിവസം അവിടെ നടന്ന ഒരു കഥയാണ് പറയുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഈ മറ്റുള്ള ഗോപാലന്മാരോട് കൂടി തനിക്ക് എപ്പോഴും അമ്മ തരാറുള്ളത് കുഞ്ഞു പശുക്കിടാങ്ങളെയാണ്. ആ പശുക്കിടാങ്ങളെ മേയ്ക്കാനായിട്ട് നല്ല പുൽമേടുള്ള ഒരു ഇടത്ത് വന്ന് പശുക്കളെ അങ്ങനെ വിട്ടിട്ട് താൻ തൻ്റെ പതിവ് ലീലകളിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ പ്രകൃതിയെയും പക്ഷി മൃഗാദികളെയും ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴാകട്ടെ ബലരാമേട്ടനും കൂടെയുണ്ട്. അപ്പോൾ ആ കൃഷ്ണനെയും രാമനെയും ഒരുമിച്ച് തന്നെ കിട്ടിയ സന്തോഷത്തിൽ ഒരു അസുരൻ അവിടേക്ക് വന്നെന്താ ഒറ്റയടിക്ക് രണ്ടുപേരെയും കൊല്ലാമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു അസുരൻ അവിടേക്ക് കടന്നു വന്നു, ആഗമത് വന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കദാചിദ്യമുനാതീരേ വത്സാംശ്ചാരയതോ സ്വകൈ വയസ്യൈ കൃഷ്ണബലയോർജിഘാംസുർദൈത്യ ആഗമത്. നോക്കൂ, അവർ ഈ ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഗോകുലവാസികളൊക്കെ തന്നെയും ഗോകുലം വിട്ടിട്ട് വൃന്ദാവനത്തിലേക്ക് വന്നത് തന്നെ ഈ അസുരന്മാരുടെ ഇത്തരത്തിലുള്ള ദുഷ്ടമായിട്ടുള്ള ഘോരമായിട്ടുള്ള പലതരത്തിലുള്ള വിപത്തുക്കളിൽ നിന്നും തങ്ങളുടെ ഉണ്ണികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വൃന്ദാവനത്തിലെത്തിയിട്ടും അസുരന്മാർ വിട്ടില്ല. അവിടെ ബലരാമനെയും കൃഷ്ണനെയും ഒന്നിച്ചു തന്നെ കൊല്ലുവാനായിട്ട് അസുരന്മാർ ഓരോരുത്തരായി വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ദേശവും കാലവും ഒന്നിനും പരിമിതിയില്ല. ഒന്നിനെയും പരിമിതപ്പെടുത്താൻ ദേശവും കാലവും കൊണ്ട് കഴിയില്ല എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ആപത്തുകളൊക്കെ നമ്മൾ ഏത് ദേശത്ത് പോയാലും എവിടെ നിന്നെല്ലാം ഓടി ഒളിച്ചാലും നമ്മളിലേക്ക് അത് വരിക തന്നെ ചെയ്യുമെന്ന് കാണിച്ചു തരികയാണ് ഭഗവാൻ. ഇവിടെ ഭഗവാന് ആപത്തൊന്നും വരാൻ വഴിയില്ല. കാരണം ഭഗവാനെ എങ്ങനെയാണ് ആപത്തുകൾക്ക് സ്പർശിക്കാനാവുക? അസുരന്മാരൊക്കെ ആപത്തുകളുടെ രൂപത്തിൽ വന്ന് സ്പർശിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഭഗവാൻ തൻ്റെ ആ ഒരു അംഗസ്പർശം കൊണ്ട് തന്നെ തന്നിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് വീണ്ടും ആ ഒരു ദുഷ്ടതകൾ നിറഞ്ഞ സംസാര സാഗരത്തിലേക്ക് തിരികെ പോകേണ്ടി വരുന്നില്ല. ഭഗവാൻ തന്നെ പറയുന്നു, മതംഗസംഗസ്യ ഫലം ന ദൂരെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അംഗസ്പർശമേറ്റ ഒരാളിന് പിന്നീട് കൂടുതൽ ദൂരമൊന്നും സഞ്ചരിക്കേണ്ടി വരില്ല ആ പരമമായ ഫലത്തെ ലഭിക്കുന്നതിന്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇങ്ങോട്ടേക്ക് വൃന്ദാവനത്തിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ ഇനിയും വൃന്ദാവനത്തിൽ വന്നിട്ടാണ് അസുരന്മാർ അടുത്ത ലക്ഷ്യമൊന്നാണ് അടുത്ത പടിയിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കഥാചിത് യമുനാതീരെ, അവിടെ കഥാചിത്ത് യമുനാതീരയാണ്. പക്ഷെ പദം പിരിക്കാതെ ദ്യ എന്ന് തന്നെ അത് വായിക്കാൻ ശ്രമിക്കുക. കഥാചിത് യമുനാതീരെ. അതുപോലെ വത്സാംശ്ചാരയതോ, അവിടെ വിസർഗമുണ്ട്, ഓകാരം നീട്ടിയെടുക്കുകയും വേണം. അതുപോലെ സ്വകൈ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. വയസ്യൈ, അവിടെയും വിസർഗം ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ അടുത്ത കൃഷ്ണബലയോർജിഘാംസുർദൈത്യ, അവിടെ അത് ചേർത്ത് വായിക്കണം. തന്നെയല്ല ദൈത്യ എന്നുള്ളതിൻ്റെ ദ കൂട്ടക്ഷരമാണ്. അപ്പോൾ അതും ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അടുത്തത് 42ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.